ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഒരാളെ കാണാൻ പോയതാ. ആരെ? എൻ്റെ ഒരു ഫ്രണ്ടിനെ. ഒരു ജോലിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോയതാ. കുറെ കാലം കൂടി കണ്ടതുകൊണ്ട് നേരം പോയത് അറിഞ്ഞില്ല. വൈകിയത് കൊണ്ടാ വരാതിരുന്നത്. ഞാൻ വിളിച്ചിരുന്നല്ലോ, എന്താ ഫോൺ എടുക്കാതിരുന്നേ? അല്ല, അത് ഫോൺ സൈലന്റിലായിരുന്നു. നിന്നെ കുഴപ്പം എന്താണെന്നറിയാവോ? കള്ളം പറയാൻ അറിയില്ല. ഞാൻ നുണ പറഞ്ഞതല്ല. ഫ്രണ്ടിനെ കാണാൻ പോയത് തനിച്ചാണോ അതോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇതെന്താ സർ വിചാരണ പോലെ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തന്നാൽ എന്താ കുഴപ്പം? ചോദിച്ചു. എനിക്കൊന്നും ഒളിക്കാനില്ല. ഒളിക്കാനുണ്ടെന്ന് നിരഞ്ജന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ. കൂടെ വിശാലും ഉണ്ടായിരുന്നോന്നല്ലേ ഏട്ടൻ അറിയേണ്ടത്? ഇല്ല. ഇല്ലേ? ഇല്ല. വിശാലിന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. എവിടെ? ഗോവ. ഗോവയ്ക്കോ? അതെ, ഗോവയ്ക്ക്. ഞങ്ങളിതൊക്കെ വിശ്വസിക്കണം അല്ലേ? വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ നിങ്ങൾക്കെല്ലാവർക്കും ദേഷ്യമായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? ഇപ്പൊ കണ്ടില്ലേ വീണെടുത്ത് ഉരുളെന്ന്? കൂട്ടുകാരനെ കാണാൻ പോയത്രേ. നുണയാത്. വിശാൽ ഗോവയ്ക്ക് പോയി എന്ന് പറഞ്ഞത് നുണയാണ്. അവർ രണ്ടുപേരും ഇന്നലെ ഒരുമിച്ചുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു എന്ന് നിരഞ്ജന് മാത്രമേ അറിയൂ. അക്ഷര, നിനക്ക് കഴിവുണ്ടെങ്കിൽ, ഭർത്താവിനെ നിയന്ത്രിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നീ അത് കണ്ടുപിടിക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിന്നെ മാത്രമേ ബാധിക്കൂ എന്ന് ഓർക്കണം. എന്തു പറ്റി അക്ഷര? ഒരാലോചന? സത്യം എന്താണെന്ന് എനിക്കറിയണം. ഇന്നലെ എവിടെയായിരുന്നു? എന്തിനാ കൂട്ടുകാരനെ കാണാൻ പോയിന്ന് നുണ പറഞ്ഞത്? അക്ഷര, സാറ് സംശയിക്കുന്ന എനിക്ക് മനസ്സിലാവും. നീ അങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് സങ്കടം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ കരുതുന്നില്ല. പിന്നെന്തിനാ പിന്നെയും പിന്നെ എന്നോട് ഓരോന്ന് ചോദിക്കുന്നത്? നിങ്ങൾ നുണ പറഞ്ഞു എന്ന് തോന്നുന്നതുകൊണ്ട്. ഒരാൾ എപ്പോഴാ നുണ പറയാറ്? മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കാനുള്ളപ്പോഴല്ലേ? അനാവശ്യ സംശയം ഒരുതരം രോഗമാണ്. മുളയിലെ അതൊന്നും ഉള്ളിയില്ലെങ്കിൽ ഭാവിയിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. ഏത് ഫ്രണ്ടിനെ കാണാൻ പോയിന്നാ പറഞ്ഞത്? നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ എനിക്കറിയാലോ. അതിലാരായിട്ട് വരൂ ഈ ഫ്രണ്ട്? ഇത് നീ അറിയാത്തൊരാളാ. അതാരാ അങ്ങനെ ഒരാള്? ഇതെന്താ പോലീസ് സ്റ്റേഷനോ? ക്രിമിനലിനോട് പെരുമാറുന്ന പോലെയാണല്ലോ എന്നോട് പെരുമാറുന്നത്. അക്ഷര, ഒന്ന് നീ മനസ്സിലാക്കും. ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല. നിങ്ങളെയല്ല, വിശാലിനെയാ ഇവിടെ എല്ലാവർക്കും പേടി. വിശാലിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായമല്ല എനിക്ക്. എന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാ വിശാല് കാണുന്നത്. അതൊക്കെ വിശാലിന്റെ ഓരോ അടവാ. നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റാനുള്ള സൂത്രം. ചതി വരുന്നത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും ഒന്നും പറയാൻ പറ്റില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനി ചതിച്ചു എന്ന് തന്നെ വെക്കും. ഞാനത് സഹിക്കും. അപ്പോഴും എന്നോടൊന്നും തുറന്നു പറയില്ല അല്ലേ?
ഞാൻ എല്ലാം പറയുന്നുണ്ട്. ഇല്ലാന്ന് തോന്നുന്നത് എന്റെ കുഴപ്പമല്ല അക്ഷര. എന്തായി മോനെ, ഇന്നായിരുന്നില്ലേ രജിസ്ട്രേഷൻ? കാശ് കിട്ടിയോ? എന്നാ എന്റെ കടം തീർക്കാൻ പോകുന്നേ? തീർക്കാൻ മുത്തശ്ശി. അത് പറയുമ്പോ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. പഴയ ആവേശമൊന്നും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? കാശ് വല്ലതും കളഞ്ഞുപോയോ? അപ്പോ നിങ്ങളാണല്ലോ ഇതിന്റെ പിന്നില് അല്ലേ? അപ്പൊ പോയല്ലേ? സത്യം പറ, നിങ്ങളല്ലേ അത് ചെയ്തത്? എന്ത് ചെയ്തെന്ന്? നടന്ന എന്താന്ന് വെച്ചൊന്ന് പറ. എങ്കിലല്ലേ ചെയ്ത് ഞാനാണോന്ന് പറയാൻ കഴിയുള്ളൂ. എന്റെ അമ്മ സ്ഥലം വിറ്റ് ക്യാഷ് ഔട്ട് വന്നപ്പോ ഗുണ്ടകൾ അടിച്ചിട്ടു. അയ്യോ, എന്നിട്ട്? ആ പണം കൊണ്ട് അവർ കടന്നു കളഞ്ഞു. 30 ലക്ഷം രൂപ. അപ്പൊ അത് ശരിക്കും പോയതല്ലേ? സത്യം പറയാലോ, എനിക്കറിയത്തില്ലായിരുന്നു ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. ഞാൻ ചുമ്മാ ഒരു വീശി നോക്കിയതല്ലേ. പക്ഷെ അത് നടന്നു അല്ലേ? ഉള്ളത് പറയാലോ, അത് പോയത് നന്നായതേ ഉള്ളൂ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയുന്നതാണോ അമ്മേ തോന്നിവാസം? ഇതുപോലെ പലരുടെയും കാശ് പോയിട്ടില്ലേ ഇവൻ കാരണം? എന്റെ പോയിട്ടില്ലേ? ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ച തുണി മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കിയവനാ ഇവൻ. എന്നിട്ടത് ബാധയാണെന്നങ്ങ് സ്ഥാപിച്ചു. ഇതും ബാധയാണെന്നങ്ങ് കരുതാത്ത എന്താ ശരത്തെ? പാവങ്ങളെ ഉപദ്രവിക്കുമ്പോഴേ സൂക്ഷിക്കണം. ഇതുപോലെ പലതും കിട്ടും, പല രൂപത്തില്, പല സ്ഥലത്ത് വെച്ച്. ഓർക്കപ്പുറത്തും അല്ലാതെ. എന്നാലും 30 ലക്ഷം എന്നൊക്കെ പറയുമ്പോ എന്റെ സ്ഥലത്തിന്റെ കടം വീട്ടാൻ ഇനി എന്ത് ചെയ്യും മോനെ? അതിനൊക്കെ എന്തേലും വഴിയുണ്ടാക്കും മുത്തശ്ശി. അന്വേഷണം നടക്കുന്നുണ്ട്. കാശ് കട്ടവനെ ഉടനെ കണ്ടുപിടിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരായാലും അവരനുഭവിക്കേണ്ടി വരും. കഴുത്തിന് മേളില് തല കാണില്ല ഒന്നിന്റെ. ഓ, കൊല്ലുന്ന ഭീഷണി? നീ അതും അതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. കാശ് കൊണ്ടുപോയവർക്കും അറിയായിരിക്കുമല്ലോ നിന്റെ ഈ സ്വഭാവം. അതുകൊണ്ട് അവര് ഒരുങ്ങി തന്നെ ആയിരിക്കും. എന്തായാലും നിനക്കും നിന്റെ അമ്മയ്ക്കും ഇതുപോലൊരു തിരിച്ചടി കിട്ടിയതില് എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ.